പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തില് യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥം ഞങ്ങളുടെ മക്കൾക്ക് നൽകി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുവാൻ പ്രത്യേകമാവിധം ഈ ദിവസം തിരുമനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യോസേപ്പ് പിതാവിന്റെ ഈ മരണ തിരുനാളില് ഞങ്ങളുടെ കുടുംബങ്ങളെയും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകമാവിധം അനുഗ്രഹങ്ങളും കൃപകളും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിൽ ചൊരിഞ്ഞ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ മക്കളെയും ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മ മാതാവേ, യോസേപ്പ് പിതാവിൽ നിറഞ്ഞ കൃപകൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാള് ആഘോഷിക്കുകയാണ്. തന്റെ ദൗത്യം പൂർത്തിയാക്കി വലിയ അഭിഷേകത്തോടെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിലും പരിപാലനയിലും ശാന്തമായിട്ട് മരിച്ച മഹാവിശുദ്ധനാണ് യോസേപ്പ് പിതാവ്. നല്ല മരണത്തിന്റെ മധ്യസ്ഥനും തിരുക്കുടുംബത്തിന്റെ പാലകനും തിരുസഭയുടെ സംരക്ഷകനും തൊഴിലാളി മധ്യസ്ഥനും എല്ലാം കൊണ്ടും കൃപകളാൽ നിറയപ്പെട്ട ശക്തനായ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രത്യേകമാവിധം കർത്താവ് തരികയാണ്. നമുക്ക് യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രത്യേകം ഇന്ന് സമർപ്പിക്കും. നമുക്കറിയാം, യൗസേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വളർത്തുന്നവൻ എന്നാണ്. വൺ ഹു ഇൻക്രീസ്, വളർത്തുന്നവൻ. അതായത് ഈശോയെ വളർത്താൻ വേണ്ടി, ഈശോയെ എല്ലാ അപകടത്തിൽ നിന്നും ശത്രുവിൽ നിന്നും സംരക്ഷിച്ച് ഈ ഭൂമിയിൽ വളർത്താൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് തിരഞ്ഞെടുത്ത ഒരു മഹാവിശുദ്ധനാണ് യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരു കാര്യമാണ് പിതാവായ ദൈവത്തിന്റെ പിതൃഹൃദയം കിട്ടിയ ഒരു വിശുദ്ധനാണ് യോസേപ്പ് പിതാവ്. ഒരപ്പന്റെ ഹൃദയം, പിതാവായ ദൈവത്തിന്റെ ഹൃദയം ലഭിച്ചവനാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് തന്നെ ഒരപ്പന്റെ സ്നേഹവും ഒരപ്പന്റെ പരിപാലനയും ഒരപ്പന്റെ സംരക്ഷണവും ലഭിക്കാൻ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ യോസേപ്പ് പിതാവിന് പ്രതിഷ്ഠിക്കുന്നത് വളരെയേറെ നല്ലതാണ്. അച്ഛന്റെ യൂട്യൂബ് ചാനലില് യോസേപ്പ് പിതാവിന്റെ 33 ദിവസത്തെ പ്രതിഷ്ഠ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് കൂടുന്നതൊക്കെ നല്ലതാണ്. ഈ ദിവസങ്ങളൊക്കെ കുറെ പേര് ഈ മരണത്തിരുന്നാളനുബന്ധിച്ച് ചാനലില് ഈ 33 ദിവസത്തെ പ്രതിഷ്ഠ കൂടിയവരുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ പ്രത്യേകം ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പന്റെ ഹൃദയം സംരക്ഷണം ഹെറോദേസിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനത്തില്, അവളുടെ ജീവിതത്തില് ഉണ്ണീശോയെ സംരക്ഷിച്ച അപ്പൻ യോസേപ്പ് പിതാവിനെ നമുക്ക് കർത്താവ് മധ്യസ്ഥനായി തന്നിരിക്കുക. നമ്മുടെ മക്കളെ, അതുകൊണ്ട് തന്നെ മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ നിങ്ങൾ യോസേപ്പ് പിതാവിനോട് പറയണം. എന്ത് പറയണം? യോസേപ്പ് പിതാവിന്റെ സംരക്ഷണം എനിക്ക് വേണം. ഈശോയെ വളർത്തിയതുപോലെ എന്നെയും സംരക്ഷിക്കണം, എന്നെയും പരിപാലിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മക്കൾക്ക് സാധിക്കണം. അത് മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം യോസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു വിശേഷണമാണ്
പിശാചുക്കളുടെ പേടി സ്വപ്നം, ടെറർ ഓഫ് ഡീമൺസ്. പിശാചിന് പേടിയാ യോസേപ്പിതാവിന്. കാരണം യോസേപ്പിതാവിൽ നിന്ന് കൃപ, യോസേപ്പിതാവിൽ നിന്ന് ദൈവിക ശക്തി, ഒരപ്പന്റെ ഹൃദയം സംരക്ഷിക്കുവാനുള്ള കൃപ, വളർത്തുവാനുള്ള അഭിഷേകം, ഇതെല്ലാം നിറയപ്പെട്ടവനാണ് യോസേപ്പിതാവ്. അതുകൊണ്ട് തന്നെ യോസേപ്പിതാവിൽ നിറഞ്ഞ കൃപ വലിയ വലിയ കൃപയാണ്. അത് സ്വന്തമാക്കിയെടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യോസേപ്പിതാവിന്റെ മാധ്യസ്ഥം, യോസേപ്പിതാവിന്റെ സംരക്ഷണം, യോസേപ്പിതാവിന്റെ ശക്തി, യോസേപ്പിതാവിന്റെ കരുത്ത് നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ മാധ്യസ്ഥമാണ്. നമുക്കറിയാം യോസേപ്പിതാവിന്റെ സ്വഭാവം നമുക്കറിയാം. ദൈവഹിതത്തിന് അതുപോലെ സമർപ്പിച്ചു. എന്ത് ദൈവം പറഞ്ഞു ആ സമയം തന്നെ അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിച്ച് ദൈവത്തിന്റെ ശക്തി സ്വന്തമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ല മരണം. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മരണം എന്താ? പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്തില്, അവരുടെ പരിപാലനയില്, മാതാവിന്റെ മടിയിൽ കിടന്ന്, ഈശോയുടെ മടിയിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അത് ലഭിച്ചവനാ യോസേപ്പിതാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ യോസേപ്പിതാവിന് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യോസേപ്പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഒരു തിന്മയ്ക്കും നമ്മുടെ മക്കളെ തൊടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള്, പ്രത്യേകിച്ചും മക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളെ യോസേപ്പിതാവിനെ പ്രതീക്ഷിച്ചു, യോസേപ്പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരപ്പന്റെ പിതൃവാത്സല്യത്തോടെ, കരുതലോടെ പരിപാലിച്ച് സംരക്ഷിച്ച് ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കാതെ യോസേപ്പിതാവ് വളർത്തും, സംരക്ഷിക്കും. പങ്കെടുക്കുന്ന മക്കള് യോസേപ്പിതാവിനെ പ്രതിഷ്ഠിക്കുക. മാതാപിതാക്കള് നിങ്ങളുടെ മക്കളെ യോസേപ്പിതാവിനെ പ്രതിഷ്ഠിക്കുക. അവരോടും വ്യക്തിപരമായിട്ട് ഈ പ്രതിഷ്ഠ ചെല്ലാൻ പറയണം, ചെയ്യാൻ പറയണം, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാം. യോസേപ്പിതാവെ, എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു, അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. അപ്പന്റെ സ്നേഹം നൽകി, അപ്പന്റെ കരുതൽ നൽകി, അപ്പന്റെ സംരക്ഷണം നൽകി വളർത്തുന്നവനായ അങ്ങ് എന്നെയും വളർത്തണം, എന്റെ മക്കളെയും വളർത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പ്രതിഷ്ഠ, നമ്മൾ ഈ സമർപ്പണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യം, സഹായം, സംരക്ഷണം നമുക്ക്, നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യോസേപ്പിതാവിന്റെ മരണം ഒരു തിരുനാളാക്കിയ വിശുദ്ധൻ, ആ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവം നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പിതാവിന്റെ മരണത്തിരുനാളില് അവിടുത്തെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ആ പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങൾക്കും പിതാവിന്റെ പിതൃ സംരക്ഷണത്തിനും സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു തന്നെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, ഞങ്ങളുടെ മക്കളെ യോസേപ്പിതാവിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ വളർത്തിയതുപോലെ, എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ, കൃപയിൽ വളരുവാൻ ഈ ലോകത്തില് ആയിരിക്കുമ്പോ എല്ലാ സംരക്ഷണവും നൽകിയതുപോലെ കർത്താവിന്റെ വലിയൊരു സംരക്ഷണം യോസേപ്പിതാവിലൂടെ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഈശോയെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേപ്പിതാവിൽ നിറഞ്ഞ കൃപകള്, യോസേപ്പിതാവിൽ നിറഞ്ഞ ശക്തി, യോസേപ്പിതാവിന്റെ അഭിഷേകം, അനുസരണം, വിധേയത്വം, ആ വലിയ സമർപ്പണം അത് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഉണ്ടാകട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കള്, പല പല പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്ന മക്കള്, ഒത്തിരി ശത്രുക്കൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മക്കള്, അവിടെയൊക്കെ യോസേപ്പിതാവ് ഞങ്ങളുടെ മക്കൾക്ക്
അങ്ങേക്ക് സംരക്ഷകനായിരുന്നത് പോലെ ഹെറോദേസിന്റെ ആ വധ ഭീഷണിയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനത്തില്, ഈജിപ്തിലെ വാസത്തില്, തിരിച്ചു വരവില് എല്ലാം അങ്ങേക്ക് സംരക്ഷകനായി അങ്ങയെ വളർത്തിയതുപോലെ യോസേപ്പ് പിതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സംരക്ഷകനാകട്ടെ. ഞങ്ങളുടെ മക്കളെ വളർത്തട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ എല്ലാ നിയോഗങ്ങളും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തില് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച്, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായിരിക്കും അത്. മക്കളെ തന്റെ വളർത്തു പിതാവിന്റെ മധ്യസ്ഥത്തില് യോസേപ്പ് പിതാവ് നിറഞ്ഞ എല്ലാ കൃപകളും അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാന സന്നിധിയില് യോസേപ്പ് പിതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഈശോയ്ക്ക് ഏറ്റവും സന്തോഷകരവും സ്വീകാര്യവുമാണ്. അവിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിലൂടെ എല്ലാ കൃപകളും വരങ്ങളും ചൊരിയപ്പെടാൻ യോസേപ്പ് പിതാവിന്റെ ശക്തമായ മാധ്യസ്ഥത്തില് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, സംരക്ഷിക്കപ്പെടാൻ, വിടുതൽ പ്രാപിക്കാൻ നമുക്ക് അനുഗ്രഹം യാചിക്കാം. ഇതായിച്ചു നമ്മെ ആശീർവദിക്കുന്നു. മക്കളെ ഈശോയെ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോസേപ്പ് പിതാവിന്റെ മരണത്തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ നമ്മുടെ ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണല്ലോ. എല്ലാവരെയും പ്രത്യേകം അച്ഛൻ ക്ഷണിക്കുകയാണ്. ദൈവം കനിഞ്ഞ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധ്യാനം അഭിഷേകപൂർണ്ണമാകട്ടെ. ഗീത മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരാൻ ആഗ്രഹിക്കുന്ന മക്കള് ധൈര്യമായിട്ട് വരിക. നമുക്ക് ഈ നോമ്പ് കാലത്തിന്റെ അവസാന ദിവസങ്ങളില് കർത്താവിന്റെ കൂടെ ഇരുന്ന് രക്ഷാകര പദ്ധതികളെ ധ്യാനിച്ച് ശക്തീകരിക്കപ്പെടാനും വലിയ വിടുതൽ പ്രാപിക്കാനും ഇടയാകും ഈ ധ്യാനം. എല്ലാ ധ്യാനങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ.